നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ 1000 ഗോളിലേക്ക് കുതിച്ചെത്തുന്ന ആ സുന്ദര മുഹൂർത്തം കാത്തിരിപ്പാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. ചോദ്യം, മറ്റാർക്കെങ്കിലും ഇനി 1000 ഗോളുകളിലേക്ക് എത്താൻ പറ്റുമോ? ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിൽ 1000 ഗോൾ തികക്കുമോ? അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോയുടെ ഗോൾ കണക്കിനേക്കാൾ കൂടുതൽ ഗോളുകളിലേക്ക് എത്തുമോ? നമ്മൾ സാധ്യതകൾ ഇതുവരെയുള്ള കണക്കിൻ്റെ പ്രൊജക്ഷൻ വെച്ച്, അവരുടെ ഗോൾ പോക്കിൻ്റെ, അതായത് ഗോൾ നേട്ടത്തിൻ്റെ പ്രൊജക്ഷൻ വെച്ച് ഒന്ന് പരിശോധിക്കുകയാണ്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും അവരവരുടെ കരിയർ യൂറോപ്പിൽ ആടിത്തിമിർത്തിട്ട് 2 വ്യത്യസ്ത കോണ്ടിനെൻറ്റുകളിലായിട്ട് ഇപ്പോഴും ഗോളടിച്ചു കൂട്ടി മുന്നോട്ട് പോവുകയാണല്ലോ. മെസ്സിക്ക് 1000 ഗോളിലേക്ക് എത്താൻ പറ്റുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ നമുക്കറിയാം, ലയണൽ മെസ്സിക്കിപ്പോൾ ടോട്ടൽ ഗോളുകൾ 896 കഴിഞ്ഞു. 1137 ഗെയിമുകളിൽ നിന്നാണ് ആ 896 ഗോളുകളായിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, 2026 അദ്ദേഹം 900 കടന്ന് മുന്നോട്ടേക്ക് കുതിക്കും. അപ്പോൾ ചോദ്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 1000ലേക്ക് മെസ്സിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ 896 ഗോളുകൾ എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിൽ 672 ഗോളുകൾ, PSG 32 ഗോളുകൾ, ഇൻ്റർ മയാമിയിൽ 77 ഗോളുകൾ, അർജൻറ്റീനയിൽ 115 ഗോളുകൾ. നിലവിൽ അദ്ദേഹം കളിക്കുന്നത് മയാമിയിലാണ്. അവിടുത്തെ ഗോൾ ആവറേജ് നോക്കിയാൽ മതി, 88 കളികളിൽ നിന്ന് 77 ഗോളുകളാണ്. അപ്പോൾ ലിയോ മെസ്സിയുടെ ഗോളിൻ്റെ കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സംഗതി വളരെ വ്യക്തമാണ്. ഒരു 36 ഗോളുകൾ ആവറേജ് അദ്ദേഹം ഒരു വർഷം അടിക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർ മയാമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് 2028 വരെയുമുണ്ട്. സോ 26, 27, 28 ഒരു 3 വർഷക്കാലത്തേക്ക് കൂടി കരാറുണ്ടാകുമ്പോൾ ഇപ്പറഞ്ഞ ആവറേജിൽ അദ്ദേഹം ഗോളടിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാത്രം എടുത്താൽ വളരെ വലുതാണ്. ഏതായാലും ഇപ്പറഞ്ഞ ആവറേജിൽ അദ്ദേഹം ഗോളടിച്ചു കൂട്ടി പോവുകയാണെങ്കിൽ 1000 ഗോളുകൾ എന്നുള്ളത് ലയണൽ മെസ്സി എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ ചോദ്യം എന്താ? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അദ്ദേഹം വിരമിക്കുമ്പോഴുള്ള ഗോൾ ടാലി എന്തായിരിക്കും? അത് മറികടക്കാൻ ലയണൽ മെസ്സിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇന്ന് 2026 ജനുവരി 1 ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 957 ഗോളുകളാണുള്ളത്. 1300 ഗെയിം, 1298 അദ്ദേഹം കടന്നു. 1300 ഗെയിമുകൾ അദ്ദേഹം കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഫെബ്രുവരി 5 അദ്ദേഹത്തിന് 41 വയസ്സ് തികയുകയാണ്. ലിയോ മെസ്സിക്കോ ജൂൺ 24 39 വയസ്സാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ചോദ്യം, എത്ര കാലം ക്രിസ്ത്യാനോ ഇനി കളി തുടരും? ഒരുപക്ഷെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഈ വേൾഡ് കപ്പോട് കൂടി അദ്ദേഹം വിരമിച്ചേക്കാം. എന്നാൽ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം കളി തുടരും. 2027 മിഡ് വരെ, ജൂൺ വരെ അദ്ദേഹത്തിന് നിലവിൽ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെ പോയാലും ഒരു 1.5 കൊല്ലം കൂടി അദ്ദേഹം കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 1000 കടന്ന് പിന്നെ എത്ര ദൂരം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കളി നിർത്തിയാലും ലിയോ മെസ്സി കളിക്കുന്നത് തുടരുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺട്രാക്റ്റ് സ്റ്റാറ്റസ് വെച്ച് പറയാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഈ ഒരു ആവറേജിൽ പോയാൽ CR7 2027 കളി നിർത്തുകയാണെങ്കിൽ ലിയോ മെസ്സി CR7 മറികടക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ ആയതുകൊണ്ട് അദ്ദേഹം അങ്ങ് കളി നിർത്തി മറ്റൊരാൾക്ക് തന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ, കരുതാൻ വയ്യ. 42 വയസ്സായാലും 43 വയസ്സായാലും ഒക്കെ അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. സോ മെസ്സി 1000 കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. CR7 മറികടക്കണമെങ്കിൽ CR7 നേരത്തെ, അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് നിർത്തേണ്ട സമയത്ത് കളി നിർത്തണം. അതെല്ലാം അൺയൂഷ്വലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.